തിയോഫിനച്ചനെ നേരിട്ട് കണ്ട ഒരു അനുഭവമുണ്ട്, അച്ഛനോടൊപ്പം പ്രവർത്തിച്ച ഒരു അനുഭവമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒപ്പം തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥയിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നായിരുന്നു കണ്ടത് നേരിട്ട്? അച്ഛനെ നേരിട്ട് എൻ്റെ 22 വയസ്സുള്ളപ്പോൾ അച്ഛനെ ഇവിടെ വന്ന് കാണുന്നതാണ്. ഇവിടെ ഒരു ശാന്തി കലാനിലയം നമ്മളുടെ ഒരു ക്ലബ്ബുണ്ട്, അതിൽ ഞാൻ മെമ്പറാണ്. അപ്പം ഞാൻ അച്ഛൻ സ്ഥാപിച്ച ഞങ്ങളൊരു 30 പിള്ളേരുണ്ടായി അന്നേരം. ഒരു 21, 23, 40 വയസ്സ് പിള്ളേരുണ്ടായി. അതിൽ ഞങ്ങൾ ജനുവരി ഫസ്റ്റിന് ഇവിടെ നാടകം അവതരിപ്പിക്കും. അപ്പോൾ എല്ലാ ജനുവരി ഫസ്റ്റിനും ഇവിടെ. അപ്പോൾ അന്നേരം ക്രിസ്ത്യൻ പെണ്ണുങ്ങളൊന്നും പുറത്ത് സിനിമക്കൊന്നും പോകില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു പാവമായിട്ട് അന്ന് കാണുന്ന അങ്ങനെ അവിടെ ജനുവരി ഫസ്റ്റ് കോമ്പൗണ്ട് നിറച്ച ആളായിരിക്കും, നിറച്ച ആളായിരിക്കും. ഈ സ്റ്റേജിൽ ഞങ്ങൾ നാടകം അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മരിച്ച് ബോട്ട് ചട്ടി ചെന്ന് ബോട്ട് കടന്ന് വൈപ്പിൽ കടന്ന് അവിടെ നിന്ന് ഓരോ ബസ്സിനും ഇങ്ങനെ കടന്ന് ഓട്ടോറിക്ഷക്കൊക്കെ പോയി. മരിച്ചപ്പോൾ അത് അറിയിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പലരും പോയി. ഞാൻ ഇവിടെ വൈപ്പി മുതൽ കാരയിൽ വരെ പോയി. ഇവിടെ തിരിച്ച് 4 മണിക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ പോണത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്തായാലും ഇത്ര സ്പീഡിൽ ഇങ്ങനെ തിയോഫിനച്ചൻ മരിച്ചെന്ന്. അപ്പോൾ അവിടെയുള്ളവർക്ക് പറഞ്ഞാൽ അത് പുണ്യാളച്ചൻ എന്നാണ് ഞങ്ങൾ പറയണത്. അങ്ങനെ എല്ലാവരും അങ്ങനെ പലരും അങ്ങനെ പറഞ്ഞ അച്ഛനെ പറ്റി. അച്ഛൻ്റെ വീടിൻ്റെ ആ പരിസരത്തൊക്കെ കുടിപ്പിങ്ങനെ പോയി കാരയിൽ പോയി 4 മണിക്ക് ഇവിടെ വന്ന് സംസ്കാരത്തിന് പങ്കെടുത്ത്. അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ മാധ്യസ്ഥ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടല്ലോ, എന്താണ്? എനിക്ക് എൻ്റെ തല അതിങ്ങനെ വിറക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു വിറവില്ല. അപ്പോൾ കാണുന്നവർക്കൊക്കെ ഒരു അസ്വസ്ഥത തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഒരാൾ, പ്രദീപ് നമ്മുടെ. അപ്പോൾ ആ പുള്ളിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ മാറിക്കോളും ചേട്ടാന്ന് പറഞ്ഞു, മരുന്നൊക്കെ തന്നു. പറഞ്ഞു ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് മുട്ടിപ്പാട്ട് ദിവസം ഞാനിവിടെ എപ്പോഴും അന്ന് മുതൽ ഇവിടെ എപ്പോഴും വരും. പ്രാർത്ഥിച്ച് എൻ്റെ തലവരവല അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടി. അച്ഛനായിട്ട് വലിയ ജീവിച്ചിരിക്കുമ്പോഴും വലിയ സ്നേഹത്തിലും അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട്, അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ ഒക്കെ ആയിട്ട്, അച്ഛൻ്റെ പെങ്ങൾ ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. ധന്യൻ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയൊരു സന്തോഷത്തിലാണ് അല്ലേ? കാരണം അച്ഛനോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും കൂടെ ഉണ്ടാവാനൊക്കെ സാധിച്ചു. അച്ഛൻ സ്ഥാപിച്ച ശാന്തി കലാനിലയത്തിൽ നാടകം അവതരിപ്പിച്ച വ്യക്തിയും കൂടിയാണ്.